ബാറുടമകളുടെ പണപ്പിരിവ് വിവാദം ആസൂത്രിതം. പണപ്പിരിവ് നടത്താൻ നീക്കമെന്ന് മുഖ്യമന്ത്രിക്ക് നേരത്തെ പരാതി ലഭിച്ചിരുന്നു. രണ്ടാഴ്ച മുമ്പ് വിജിലൻസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. ബാറുടമകളുടെ മൊഴിയും രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഏറെക്കുറെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വന്ന സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈ ഡേ പിൻവലിക്കാൻ സർക്കാർ ആലോചിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരികയും ചെയ്തു. കൃത്യമായൊരു ആസൂത്രണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ വിവാദത്തിലേക്ക് സർക്കാരിനെ കൊണ്ടുപെടുത്തുക. പക്ഷേ ഇത് സംബന്ധിച്ച പരാതി സർക്കാരിന് ലഭിക്കുകയും ചെയ്തു. രണ്ടാഴ്ച മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം വിജിലൻസ് ആരംഭിക്കുകയും ചെയ്തു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് ഷീജ? തീർച്ചയായും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചന ഈ ഒരു ശബ്ദരേഖ, അതായത് അനിമോന്റെ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് രണ്ട് പരാതികൾ മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ലഭിക്കുന്നത്. അതിൽ പറയുന്നത് കെട്ടിട നിർമ്മാണ ഫണ്ട് എന്ന പേരിൽ ബാറുടമകളിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം പിരിച്ച് ഈ തുക പ്രസിഡന്റ് കൈക്കലാക്കി എന്നുള്ളതായിരുന്നു ഒരു പരാതി എന്ന് പറയുന്നത്. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ നിർത്തലാക്കാൻ സർക്കാരിന് കൈക്കൂലി നൽകാനായി പണം പിരിക്കുന്നു എന്നായിരുന്നു രണ്ടാമത്തെ പരാതി. മദ്യനയത്തിൽ ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പണം പിരിക്കുന്ന കാര്യമാണ് അനിമോന്റെ ശബ്ദരേഖയിൽ പറയുന്നത്. പക്ഷേ ഇക്കാര്യങ്ങൾ ഈ രണ്ട് പരാതികൾ നേരത്തെ തന്നെ സർക്കാരിന് ലഭിച്ചിരുന്നു. അതിൽ പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് അന്വേഷണം ആരംഭിച്ച ഒരു ഘട്ടം കൂടിയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു അനിമോന്റെ ശബ്ദരേഖ കൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ബാറുടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുനിൽകുമാർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് മുന്നിൽ. കാരണം ഇത്തരത്തിൽ ഒരു ശബ്ദരേഖ വരുന്നതിന് മുന്നോടിയായി തനിക്കെതിരെ ചില നീക്കങ്ങൾ നടന്നിരുന്നു, സർക്കാരിനെതിരെ ചില നീക്കങ്ങൾ നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരാതികൾ വന്നിട്ടുണ്ടല്ലോ. അതിൽ വിജിലൻസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ, അതിൽ കൃത്യമായി താൻ നൽകേണ്ട രേഖകൾ നൽകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ സുനിൽകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഇതിന് തൊട്ടാണ് അനിമോനുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം കൂടി ഉയർന്നു വരുന്നത്. അതായത് അനിമോൻ ഈ സംഘടനയ്ക്ക് സമാന്തരമായി മറ്റൊരു സംഘടന, ബാറുടമകളുടെ സംഘടന ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതേ തുടർന്ന് അനിമോനെ ഈ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് അതിന് തൊട്ടു പിന്നാലെ ഈ പുറത്താക്കുന്നത്, സസ്പെൻഡ് ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ ഈ ഒരു ശബ്ദരേഖ കൂടി ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. കാരണം ആ രീതിയിൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു ശബ്ദരേഖയല്ല. അതിന് മുൻപ് തന്നെ പല ഘട്ടങ്ങളിലായി ഇതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ പരാതികളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും പരാതികളിൽ കൃത്യമായി അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ശബ്ദരേഖ വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രസക്തമാകുന്നത്. ഷിജ, ഈ അനിമോന്റെ ശബ്ദരേഖ വരുന്നത് അതിന്റെ കൃത്യമായൊരു സമയക്രമമുണ്ട്. അതിനുശേഷം അത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നു, മാധ്യമങ്ങളിലേക്ക് കിട്ടുന്നു. വളരെ കൃത്യമായി, അതായത് അനിമോൻ ഒറ്റയാളല്ല, അനിമോന് പിന്നിൽ ആരൊക്കെയുണ്ട്, ഈ ഗൂഢാലോചനയിൽ പങ്കാളികൾ ആരൊക്കെ, മാധ്യമ പ്രവർത്തകർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ രണ്ടാഴ്ചത്തെ മാധ്യമ വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, ബാറുകളുടെ സമയക്രമം കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഡ്രൈ ഡേ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നിരന്തരം വാർത്തകൾ നിന്ന ഒരു സാഹചര്യം. അതിന് പിന്നാലെ വളരെ പെട്ടെന്ന് തന്നെ വാർത്തകൾ വരികയാണ്, ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നു, അതിൻ്റെ ശബ്ദരേഖ പുറത്തു വരികയും ചെയ്യുന്നു. പക്ഷേ ഈ വാർത്തകൾ വരുന്നതിനിടയിൽ തന്നെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സർക്കാരിന് കൃത്യമായ പരാതി ലഭിക്കുകയും ഒരു മാധ്യമങ്ങളും അറിയാതെ തന്നെ വാർത്ത, അതായത് വിജിലൻസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. കൃത്യമായ ട്രാക്കിൽ തന്നെയായിരുന്നു സർക്കാർ. ഇത്തരത്തിലൊരു വലിയ അഴിമതിക്ക് അല്ലെങ്കിൽ പണപ്പിരിവിന് ശ്രമം നടക്കുന്നു എന്നുള്ളത് സർക്കാരിന് വിവരം കിട്ടും. മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി ലഭിക്കുകയും ചെയ്തു. വിജിലൻസ് ഡയറക്ടർക്ക് കിട്ടിയ പരാജയയുടെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ വാർത്തകൾ തമസ്കരിക്കപ്പെടുകയും സർക്കാർ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നുള്ള വാർത്ത തമസ്കരിക്കപ്പെടുകയും എന്നാൽ അനിമോന്റെ ശബ്ദരേഖ വലിയ കാര്യമായി കൊണ്ടുവരികയും ചെയ്യുന്നു. അതിന് പിന്നാലെ പ്രതിപക്ഷം ഏറ്റെടുത്തുകൊണ്ട് KC വേണുഗോപാൽ അടക്കം തന്നെ സർക്കാരിനെതിരെയും മന്ത്രിക്കെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരികയും ചെയ്തു. വളരെ കൃത്യമായൊരു പ്ലാനിംഗ്, ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെ ഈ ദിവസം വ്യക്തമാവുകയും ചെയ്യുന്നു. തീർച്ചയായും അതിൽ യാതൊരു സംശയമില്ല. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ പരാതികളിന്മേൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രിയും പറഞ്ഞൊരു കാര്യം ഏറെ ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ ഒരു മാസമായി ഈ മദ്യനയം, സർക്കാരിന്റെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. ഈ നൽകുന്ന വാർത്തകൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം പ്രാരംഭ ചർച്ച പോലും മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പക്ഷേ എന്നാൽ അങ്ങനെ ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ
ഒരു രണ്ടാഴ്ചയിലധികമായി മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകുന്നത്. അപ്പോൾ ഈ വാർത്തകൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് വാർത്തയുടെ അടിസ്ഥാനത്തിൽ ബാർ ഉടമകൾ ഈ രീതിയിൽ പണപ്പിരിവ് നടത്താനുള്ള ഒരു നീക്കം നടത്തുകയാണെങ്കിൽ അതിനെ കർശനമായി തന്നെ നിയമപരമായി നേരിടും എന്ന് തന്നെ മന്ത്രി വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ ഓഫീസ് തന്നെ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ട് DGPക്ക്. ആ പരാതി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെയും ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ അന്വേഷണം എല്ലാ തലത്തിലും, അതായത് ഈ ആരോപണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഈ ശബ്ദരേഖ സംബന്ധിച്ചുള്ള അന്വേഷണം സർക്കാർ നടത്താൻ പോകുന്നു. അതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് 2 പരാതികൾ, ഈ ശബ്ദരേഖയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയിലേക്ക് എത്തിക്കുന്ന 2 പരാതികൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ പരാതികളിലും കൃത്യമായ രീതിയിൽ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടം. ഇതിലിപ്പോൾ മാധ്യമങ്ങൾക്കുള്ള പങ്കുകൂടിയാണ് ഇനിയിപ്പോൾ തെളിയേണ്ടത്. ഷീജ, ഈ വിജിലൻസ് നിലവിൽ അന്വേഷിക്കുന്ന 2 പരാതികളാണ്. ഒന്ന്, ഈ പണപ്പിരിവ് നടത്തി എന്നുള്ളത്. ഒപ്പം തന്നെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ 1 ലക്ഷം രൂപ പിരിച്ചത് പ്രസിഡന്റ് അത്തരത്തിൽ ആ പണം മുക്കി എന്നുള്ള അർത്ഥത്തിൽ പരാതി ലഭിക്കുകയും ചെയ്തു. അപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് വരുന്നത്? ഈ നിലവിൽ ഈ പണപ്പിരിവ് മാത്രമല്ല, അനിമേന്റെ ശബ്ദരേഖ അടക്കമുള്ള വിഷയങ്ങൾ, മറ്റെന്തൊക്കെ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധി വരുന്നു? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരിക പ്രധാനമായും അനിമോനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള അനിമോന്റെ ശബ്ദരേഖ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിൽ എക്സൈസ് മന്ത്രിയുടെ ഓഫീസ് പരാതിയിൽ പറയുന്നത് ഈ ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതും എക്സൈസ് മന്ത്രിയുടെ ഓഫീസിനെ സാരമായി മോശമാക്കുന്ന തരത്തിലാണ് ഇതിൽ ഈ ശബ്ദരേഖയിൽ കാര്യങ്ങൾ പറയുന്നത്. മന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള വലിയ തോതിൽ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിൽ സമഗ്ര അന്വേഷണം വേണം എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ ഈ ശബ്ദരേഖയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങൾ, അപ്പോൾ ഈ വിഷയങ്ങൾ സമഗ്രമായി തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കൂടി വരും. അപ്പോൾ വിജിലൻസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു, അതിനൊപ്പം തന്നെ ഇന്നു മുതൽ ഇനി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൂടി ആരംഭിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ വിഷയങ്ങൾ സമഗ്രമായി തന്നെ ക്രൈംബ്രാഞ്ചും വിജിലൻസും പരിശോധിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.